2 വർഷത്തിന് മുമ്പ് വരെ നാശത്തിന്റെ വക്കിൽ നിന്നിരുന്ന ഇന്ത്യൻ കമ്പനി. ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം, രാജ്യത്തുടനീളം നീണ്ടു നിൽക്കുന്ന കോടതി വ്യവഹാരങ്ങൾ. ഇന്ന് അതേ കമ്പനി 229 കോടി രൂപയുടെ ലാഭം നേടി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഓയോ റൂമുകളെക്കുറിച്ചാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമുകൾക്കുള്ള പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓയോ റൂമുകൾ. ഓയോ റൂമുകൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അതിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓയോ എന്ന കമ്പനിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കമ്പനി എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം എന്ന അവസ്ഥ. അതിൻ്റെ സ്വകാര്യതയെയും സുരക്ഷയെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ഉയർന്നു വന്നു. ഓയോ റൂമുകളിൽ ഒളിക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും അന്ന് പുറത്തു വന്നിരുന്നു. ഇന്ന് ഓയോ ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കുകയും ദീർഘകാലം നഷ്ടം സഹിച്ചതിനു ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടിട്ടും വിജയിച്ച ഓയോയുടെ വിജയയാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. 2012 റിതേഷ് അഗർവാൾ എന്ന 19 വയസ്സുകാരൻ കണ്ട ഒരു ചെറിയ സ്വപ്നമായിരുന്നു പിന്നീട് ഓയോ ആയി പരിണമിച്ചത്. 2012 കാലയളവിൽ ഇന്ത്യയിൽ ബഡ്ജറ്റ് ഹോട്ടലുകൾ ലഭ്യമായിരുന്നെങ്കിലും അവയുടെ ഗുണനിലവാരത്തിൽ യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. ചില ഹോട്ടലുകൾ വൃത്തിഹീനമായപ്പോൾ ചില ഹോട്ടലുകളുടെ സർവീസും വളരെ മോശമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഓറാവൽ എസ്റ്റേറ്റ് എന്ന പേരിൽ റിതേഷ് തൻ്റെ പുതിയ കമ്പനി ആരംഭിച്ചു. ഓറാവൽ എസ്റ്റേറ്റ് എന്ന ആശയം എയർ ബി എൻ ബിയിൽ നിന്നും ഉൾക്കൊണ്ടതാണ്. എയർ ബി എൻ ബി വഴി എയർ ബി എൻ ബി പോലെ ഒരു ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഗുണഭോക്താക്കൾക്ക് സ്ഥിരമായ ഗുണനിലവാരം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ആകണമെന്ന് റിതേഷിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ കാലയളവിൽ റിതേഷ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം തൻ്റെ പ്രൊജക്റ്റിന് ആവശ്യമായ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കാതെ പോയതാണ്. ഇത് റിതേഷിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. രണ്ടാമത്തേത്, ഓറാവൽ എസ്റ്റേറ്റുമായി സഹകരിക്കുന്നതിൽ ഹോട്ടൽ ഉടമകൾക്കും വളരെ വലിയ വൈമുഖ്യം ഉണ്ടായിരുന്നു. അതിന് പിന്നിലെ പ്രധാന കാരണം ഓറാവലുമായി സഹകരിക്കുക വഴി ഹോട്ടൽ ഉടമകൾക്ക് അവരുടെ ബിസിനസ് നഷ്ടമാകും എന്നുള്ള ആശങ്കയായിരുന്നു. ഈ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിനിടയിൽ റിതേഷ് പീറ്റർ തീൽ ഫെലോഷിപ്പ് വിജയിച്ചത് റിതേഷിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ വലിയൊരു വഴിത്തിരിവായി മാറി. പേപാലിൻ്റെ സ്ഥാപകനായ പീറ്റർ തീൽ ആരംഭിച്ച ഈ ഫെലോഷിപ്പ് യുവ സംരംഭകർക്ക് അവരുടെ കോളേജ് വിട്ട് സ്റ്റാർട്ടപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് $1,00,000 ധനസഹായം നൽകുന്നതായിരുന്നു. ഈ ധനസഹായം റിതേഷ് സ്വീകരിച്ച ഉടൻ തന്നെ ഓറാവൽ എസ്റ്റേറ്റിൽ റീബ്രാൻഡ് ചെയ്ത് ഓയോ റൂമുകൾ റിതേഷ് സൃഷ്ടിക്കുകയും മുമ്പത്തേക്കാളും ആകർഷകമായ രീതിയിൽ കമ്പനിയുടെ ഉദ്ദേശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. $1,00,000 ഫണ്ട് വന്നതോടുകൂടി ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കൂടുതൽ ചെറുകിട ഹോട്ടലുകൾ ഓയോയുമായി അടുക്കുകയും 2 മുതൽ 3 വർഷത്തിനുള്ളിൽ 100-ലധികം നഗരങ്ങളിൽ ഓയോ അതിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേസമയം ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കിന്റെ സ്ഥാപകനായ മസയോഷി സൺ ഓയോയുടെ ബിസിനസ് മോഡലിൽ ആകൃഷ്ടനാവുകയും ആഗോള ഹോസ്പിറ്റാലിറ്റി വിപണിയെ തന്നെ തകർത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഹോട്ടൽ അഗ്രഗേറ്ററായി ഓയോ മാറുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ് ബാങ്ക് $100 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഓയോയിൽ നടത്തി. പിന്നീട് വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് $2 ബില്യൺ ഉയർത്തുകയും സോഫ്റ്റ് ബാങ്ക് ഓയോയുടെ 46% ഓഹരി അക്വയർ ചെയ്യുകയും ചെയ്തു. 2015 സോഫ്റ്റ് ബാങ്കുമായി ധാരണയിലെത്തിയതിനു ശേഷം ഓയോയുടെ ബിസിനസ് എക്സ്പാൻഷൻ കൂടുതൽ അഗ്രസീവ് മോഡിലേക്ക് എത്തി. 2016 ആയപ്പോൾ ഓയോയുടെ പ്ലാറ്റ്ഫോമിൽ 5500-ലധികം ഹോട്ടലുകൾ ഉണ്ടാവുകയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ഹോട്ടൽ അഗ്രഗേറ്ററായി ഓയോ വളരുകയും ചെയ്തു. ഇന്ത്യയിൽ വിജയകരമായ ബിസിനസ് മോഡൽ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ റിതേഷ് അഗർവാൾ തീരുമാനിച്ചു. ഇതിനായി ചൈന, യൂറോപ്പ്, US തുടങ്ങിയ വലിയ വിപണികളെ റിതേഷ് അഗർവാൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ ഓയോയുടെ ആഗോള വിപുലീകരണ പദ്ധതി അദ്ദേഹം വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യയിൽ വിജയിച്ച ബിസിനസ് മോഡൽ ചൈനയിൽ പരാജയപ്പെട്ടു. പ്രാദേശിക നിയന്ത്രണങ്ങൾ കാരണം ചൈനയിലെ ഹോട്ടൽ വ്യവസായം ഛിന്നഭിന്നമായിരുന്നു. ചൈനയിലെ ഹോട്ടലുകളെ ഒരേ ലെവലിലേക്ക് കൊണ്ടുവരിക വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഓയോ മിനിമം റവന്യൂ ഗ്യാരണ്ടി മോഡൽ എന്നൊരു പുതിയ വിപണന തന്ത്രം സ്വീകരിച്ചു. അതായത് ഓയോയുമായി പാർട്ണർഷിപ്പിലെത്തിയിരിക്കുന്ന എല്ലാ ഹോട്ടലുകൾക്കും ബുക്കിംഗ് ലഭിച്ചാലും ഇല്ലെങ്കിലും മാസം ഒരു സ്ഥിര വരുമാനം ഓഫർ ചെയ്യുന്നതായിരുന്നു മിനിമം റവന്യൂ ഗ്യാരണ്ടി മോഡൽ. ഈ മോഡൽ
ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ വിപണികളിലും ഓയോ നടപ്പിലാക്കുകയും ചെയ്തു. കൂടുതൽ ഹോട്ടൽ ഉടമകൾ ഈ മോഡലിലേക്ക് ആകൃഷ്ടരാവുകയും ഓയോയുടെ എക്സ്പാൻഷൻ അഗ്രസീവായി വളരുകയും ചെയ്തു. പക്ഷേ ഈ മോഡൽ ഓയോയ്ക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സമ്മാനിച്ചത്. കാരണം ഓയോ പ്രതീക്ഷിച്ചത്ര ബുക്കിങ്ങുകൾ ഹോട്ടലിൽ നിന്ന് ലഭിച്ചില്ല. എല്ലാ ഹോട്ടലുകൾക്കും മിനിമം ഒരു തുക നൽകേണ്ടതുള്ളതുകൊണ്ട് ഓയോയ്ക്ക് തുക നൽകുന്നതിന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായി അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ നൽകേണ്ടതായും വന്നു. ഇത് കമ്പനിയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ ഓയോ ഈ കാലയളവിൽ മാർക്കറ്റിംഗിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ ഗുണനിലവാരമുള്ള സർവീസുകൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഓയോയുമായി സഹകരിക്കുന്ന പല ചെറുകിട ഹോട്ടലുകളും ഓയോ ഓഫർ ചെയ്ത രീതിയിലുള്ള സർവീസ് നൽകാൻ പരാജയപ്പെടുകയും ഇത് കസ്റ്റമേഴ്സിൻ്റെ അസംതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവസാന നിമിഷം ബുക്കിംഗ് റദ്ദാക്കൽ, എളുപ്പത്തിൽ റീഫണ്ട് ലഭിക്കാതിരിക്കൽ തുടങ്ങിയവ അല്ലെങ്കിൽ ഹിഡൻ ചാർജ് തുടങ്ങിയവയും കസ്റ്റമേഴ്സിനിടയിൽ അസംതൃപ്തി വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ കസ്റ്റമേഴ്സ് ഓയോ വിട്ട് മേക്ക് മൈ ട്രിപ്പ്, എയർബിഎൻബി പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഇതും ഓയോയുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി മാറി. ഓയോയുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഏറ്റവും പ്രധാന കാരണമായ മിനിമം റവന്യൂ ഗ്യാരണ്ടി മോഡൽ ഓയോ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഹോട്ടൽ ഉടമകളുമായി ചർച്ചയിലോ അല്ലെങ്കിൽ കരാറിലോ ഏർപ്പെടാതെ പെട്ടെന്ന് ഈ റവന്യൂ മോഡൽ നിർത്തലാക്കിയത് പല നിയമ നടപടികൾക്കും കാരണമായി കൂടുതൽ ഹോട്ടൽ ഉടമകൾ ഓയോയ്ക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. തൽഫലമായി 2019-2020 സാമ്പത്തിക വർഷത്തിൽ ഓയോ 13,000 കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. 2020 വന്ന കോവിഡ് പാൻഡമിക് ഓയോയുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. കോവിഡ് ടൂറിസം ആൻഡ് ട്രാവലിംഗ് സെക്ടറിനെ സ്തംഭിപ്പിച്ചപ്പോൾ ഓയോയുടെ ഫണ്ടുകളും തീർന്നു തുടങ്ങി. നിലനിൽപ്പിനായി കമ്പനിക്ക് പല പ്രോപ്പർട്ടികൾ വിൽക്കുകയും 5,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിടേണ്ടതായും വന്നു. കമ്പനി അതിൻ്റെ ആഗോള വിപുലീകരണത്തിനുള്ള എല്ലാ പദ്ധതികളും നിർത്തലാക്കി. ഈ സമയത്ത് ഓയോയുടെ മെയിൻ ഇൻവെസ്റ്ററായ സോഫ്റ്റ് ബാങ്കും കമ്പനിക്ക് മുകളിലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചു തുടങ്ങി. പൊതുജനങ്ങളിൽ നിന്നും IPO വഴി പണം സമാഹരിച്ച് കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു മാർഗമായിരുന്നു സോഫ്റ്റ് ബാങ്ക് നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് 2021 ഓയോ IPO ഫയൽ ചെയ്തു. പക്ഷേ സാമ്പത്തിക ക്രമക്കേടുകളും റവന്യൂ ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ സെബി ഉന്നയിച്ചതോടുകൂടി ഓയോ IPO പിൻവലിച്ചു. ഓയോ IPO പിൻവലിച്ചത് കമ്പനിയുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിച്ചു. ഇൻവെസ്റ്റേഴ്സിന് കമ്പനിക്ക് മുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിക്ക് മുകളിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു. ഇത് കമ്പനിയെ അതിൻ്റെ ഏറ്റവും മോശം സമയത്തേക്ക് തള്ളിവിട്ടു. കോടതി കേസുകൾ, ഇടപാടുകാരുടെ പരാതികൾ, നിക്ഷേപകരുടെ സമ്മർദ്ദം ഇവയെല്ലാം ഉണ്ടായിട്ടും കമ്പനിയുടെ CEO ആയ റിതേഷ് അഗർവാൾ എന്ത് വില കൊടുത്തും കമ്പനിയെ പ്രോഫിറ്റിലും വളർച്ചയിലും എത്തിക്കാനായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിനായി ഓയോയുടെ ബിസിനസ് തന്ത്രം മുഴുവൻ മാറ്റുക എന്നുള്ള തീരുമാനമാണ് അദ്ദേഹം ആദ്യം കൈക്കൊണ്ടത്. മിനിമം റവന്യൂ ഗ്യാരണ്ടി മോഡൽ അദ്ദേഹം പൂർണ്ണമായും നിർത്തലാക്കുകയും റവന്യൂ ഷെയറിംഗ് മോഡൽ നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ഓയോ പ്ലാറ്റ്ഫോം വഴി വരുന്ന ഹോട്ടൽ ബുക്കിങ്ങിൽ നിന്നും ഒരു തുക ഓയോയ്ക്ക് നൽകുക എന്നുള്ള റവന്യൂ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ റവന്യൂ ഷെയറിംഗ് മോഡലാണ് റിതേഷ് അഗർവാൾ നടപ്പിലാക്കിയത്. ഇത് ഓയോയുടെ ചിലവ് കുറയ്ക്കുന്നതിനും കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിനും അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നതിനും കാരണമായി. അതോടൊപ്പം തന്നെ ഓയോയുടെ മറ്റൊരു പ്രധാന പ്രശ്നം അഗ്രസീവ് എക്സ്പാൻഷനായിരുന്നു. കൂടുതൽ ഹോട്ടലുകളെ ഓയോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രമായിരുന്നു ഇതുവരെ ഓയോ സ്വീകരിച്ചത്. ഇതുവഴി ഹോട്ടലുകളുടെ ഗുണനിലവാരത്തിൽ ഓയോ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ഇപ്പോൾ ഓയോ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകളെ ഓയോയുടെ ലിസ്റ്റിൽ നിന്നും മാറ്റുകയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഹോട്ടലുകൾ മാത്രം ലിസ്റ്റിൽ വയ്ക്കുകയും ചെയ്തു. ഇതുവഴി കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പരാതി കുറയുകയും ഓയോയുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തു. 2023 കണക്കനുസരിച്ച് ഓയോയിൽ രജിസ്റ്റേർഡായ ഹോട്ടലുകളുടെ എണ്ണം 12,000-ൽ നിന്നും 8,000-ലേക്ക് കുറച്ചത് ഓയോയുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിനും കൺസ്യൂമേഴ്സിൻ്റെ പരാതി കുറയുന്നതിനും ഒരു പ്രധാന കാരണമായി മാറുകയും ചെയ്തു. ഓയോയിൽ ലിസ്റ്റ് ചെയ്ത ഹോട്ടലുകളുടെ എണ്ണം 12,000-ൽ നിന്നും 8,000-ലേക്ക് കുറഞ്ഞിട്ടും കമ്പനിയുടെ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം സാങ്കേതിക വിദ്യയുടെ സഹായം കമ്പനി സ്വീകരിച്ചതാണ്.
നിരവധി ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള അൽഗോരിതങ്ങളും കമ്പനി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുവഴി ഏത് ഹോട്ടൽ മുറിയുടെ വില എപ്പോൾ എത്രയായി ക്രമീകരിക്കണമെന്ന് സിസ്റ്റം തീരുമാനിക്കുന്നു. മുറിയുടെ ആവശ്യത്തിനും സ്ഥലത്തിനും സമയത്തിനും അനുസരിച്ച് മുറിയുടെ വില മാറിക്കൊണ്ടിരിക്കും. ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ സിസ്റ്റം യാന്ത്രികമായി തന്നെ മുറിയുടെ വില വർദ്ധിപ്പിക്കുകയും ഡിമാൻഡ് കുറയുകയാണെങ്കിൽ മുറിയുടെ വില കുറച്ച് ബുക്കിങ്ങിനായി കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യും. ഈ പരിവർത്തനം വഴി ഓയോ അതിൻ്റെ നഷ്ടം ക്രമേണ നിയന്ത്രണത്തിലാക്കുകയും പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ ഹോട്ടലുകളുടെ മൊത്ത ബുക്കിംഗ് മൂല്യത്തിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. മുമ്പ് ഒരു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ശരാശരി മൂല്യം 2,19,000 രൂപയായിരുന്നു. ഇപ്പോഴത് 3,90,000 ഉയർന്നു, അതായത് 80% വർധനവ്. ഈ രീതിയിൽ ഓയോ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ 229 കോടി രൂപയുടെ ലാഭം നേടി. ഇതുമാത്രമല്ല, 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി അതിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കുകയും 700 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടുകയും ചെയ്തു. കൂടാതെ ടൂറിസം സെക്ടറിൽ വരുന്ന പുതിയ ട്രെൻഡുകളും കമ്പനി ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ സ്പിരിച്വൽ ടൂറിസം സജീവമായതോടുകൂടി അയോധ്യ, വാരണാസി തുടങ്ങിയ ആരാധനാലയങ്ങൾക്കടുത്ത് കൂടുതൽ പ്രോപ്പർട്ടി കമ്പനി സ്വന്തമാക്കുകയും മാറുന്ന ട്രെൻഡിനെ ഉൾക്കൊള്ളുകയും ചെയ്തു. കടുത്ത പരിസ്ഥിതികളിലൂടെ